വിശ്വാസികളോട് ചോദിക്കട്ടെ, എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? എന്താണ് ഈ തൗബ എന്ന് പറയുന്നത്? തൗബ സ്വീകരിക്കാൻ ബാധ്യതയില്ലേ? അതല്ല, നിങ്ങൾക്ക് അതിന് അർഹതയില്ലെന്ന് പറയാൻ നമുക്ക് ആർക്കാണ് അവകാശമുള്ളത്? എന്നിട്ട് ആ മനുഷ്യൻ വരുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ പോട്ടെ, ഒരു സമുദായ പത്രത്തിന്റെ പള്ളികളിൽ നിന്നും മീറാബുകളിൽ നിന്നും പിരിച്ചുപോയി ഉണ്ടാക്കിയ ഒരു പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ആ സന്ദീപ് നായരെ ആക്ഷേപിക്കാൻ വേണ്ടി ഫോട്ടോ കൊടുത്തിട്ട് ട്രൗസർ ഇട്ട് നിൽക്കുന്ന RSS കാരന്റെ ഫോട്ടോ കൊടുക്കുക തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം. അല്ലേ? ഇതാണോ ഇത് ന്യായമാണ്? എന്നിട്ട് ആ സന്ദീപ് എന്ന് പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ഖലീഫ ഉമറിന്റെ ചരിത്രം അറിയില്ല. അങ്ങനെ പറയുമ്പോഴേ മുതലക്കുളത്തുനിന്ന് ദീൻ പറയേണ്ടത് ഞങ്ങളാണ് അറിഞ്ഞതും കാര്യമില്ല. സന്ദീപ് പറയേണ്ടപ്പോ സന്ദീപും പറയും. പറയേണ്ട ചരിത്രമാണെങ്കിൽ, കേൾക്കേണ്ട ചരിത്രമാണെങ്കിൽ സന്ദീപിന്റെ വായിൽ തന്നെ കേട്ടു പഠിക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായതില് നാണിച്ചു തലതാഴ്ത്തണം. നിങ്ങൾ മനസ്സിലായങ്ങള്? നാണിച്ചു തലതാഴ്ത്തണം. രാജ്യം ഫാഷിസ്റ്റുകൾക്ക് തീരെഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കോൺഗ്രസുകാർ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന ആക്ഷേപം കേൾക്കുന്ന ഒരു കാലത്ത് BJPയുടെ വക്താവായ ഒരു മനുഷ്യൻ കോൺഗ്രസിന്റെ കൊടി പിടിച്ച് മതേതരത്തിന്റെ മുഖ്യധാരയിൽ വന്നിട്ട് ഞാൻ എന്റെ പഴയ കാലങ്ങളെ റദ്ദു ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ പഴയ ഫോട്ടോ വെച്ചിട്ട് പത്രത്തിൽ കൊടുത്തിട്ട് CPMന്റെ കയ്യിലെ ഉപകരണമായാൽ അത് മര്യാദയാണെന്ന്